പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ഇന്ന് ഫെബ്രുവരി 13 വെള്ളി. 2 കൊരിന്ത്യർ 12 അധ്യായം 9 വാക്യം. അവൻ എന്നോട്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നുവെന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. ഈ വാക്യം നമ്മുടെ ജീവിതത്തിലെ എല്ലാ ഭയങ്ങൾക്കും സംശയങ്ങൾക്കും ഒരു ഉത്തരമാണ് നൽകുന്നത്. കാരണം ഇത് മനുഷ്യന്റെ ശക്തിയെക്കുറിച്ചല്ല, ദൈവത്തിൻ്റെ കൃപയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ മഹത്തായ വിശ്വാസിയും സുവിശേഷ പ്രസംഗകനുമായിരുന്നു. എന്നാൽ അദ്ദേഹത്തിനും ഒരു ബലഹീനതയുണ്ടായിരുന്നു. അതിനെ ബൈബിളിൽ മുള്ള എന്ന് പറയുന്നു. അതൊരു ശാരീരിക ബുദ്ധിമുട്ടായിരിക്കാം, മാനസിക വേദനയായിരിക്കാം, അല്ലെങ്കിൽ ശുശ്രൂഷയിലെ ഒരു തടസ്സമായിരിക്കാം. അതിൽ നിന്ന് മോചനം ലഭിക്കാനായി അദ്ദേഹം 3 പ്രാവശ്യം കർത്താവിനോട് പ്രാർത്ഥിച്ചു. പക്ഷെ ദൈവം ആ പ്രശ്നം നീക്കിയില്ല. പകരം അവനോട് പറഞ്ഞു, എൻ്റെ കൃപ നിനക്ക് മതി എന്നായിരുന്നു. അതിലൂടെ ദൈവം പഠിപ്പിച്ചത് പ്രശ്നങ്ങൾ മാറുന്നതല്ല ഏറ്റവും വലിയ അനുഗ്രഹം, ദൈവം നമ്മോടൊപ്പം ഉണ്ടാകുന്നതാണ് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന സത്യമാണ്. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും നാം ബലഹീനരാകാറുണ്ട്. രോഗം വന്ന്, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായി, കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായി, ഒറ്റപ്പെടലിലൂടെ, നിരാശയിലൂടെ നമ്മെ ബലഹീനതയിലേക്ക് നടത്തിയേക്കാം. അത്തരത്തിലുള്ളതായ സമയങ്ങളിൽ നാം പലപ്പോഴും തളർന്നു പോകാറുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ദൈവം ആ സമയത്തും നമ്മുടെ കൂടെ ഉണ്ടാകും. നാം ശൂന്യമാകുമ്പോൾ ദൈവം നമ്മെ നിറയ്ക്കുന്നു. നാം തളരുമ്പോൾ ദൈവം നമ്മെ ഉയർത്തുന്നു. അതുകൊണ്ട് ബലഹീനത പരാജയമല്ല, അത് ദൈവത്തെ കണ്ടുമുട്ടുന്ന അനുഗ്രഹീതമായ സ്ഥലമാണ് എന്ന സത്യം നാം ഉൾക്കൊള്ളേണ്ടിയിരിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയാണ് ഏറ്റവും വലിയ ശക്തി. കൃപയുണ്ടെങ്കിൽ ഭയപ്പെടേണ്ടതില്ല. കൃപയുണ്ടെങ്കിൽ തോൽവിയില്ല. കൃപയുണ്ടെങ്കിൽ തളർച്ചയില്ല. കൃപയുണ്ടെങ്കിൽ ജീവിതം വിജയമാണ്. ദൈവം പ്രശ്നങ്ങളെ മാറ്റാതെ തന്നെയും നമ്മെ ശക്തിപ്പെടുത്തുന്നുണ്ട്. അതിനാൽ പ്രശ്നങ്ങളെക്കാൾ വലിയവനാണ് നമ്മുടെ ദൈവം എന്നത് നാം ഉൾക്കൊള്ളണം. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഞാൻ സന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളിൽ അഭിമാനിക്കും. ലോകത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഇത് വിചിത്രമാണ്. ലോകം ശക്തരായവരെയാണ് മഹത്വപ്പെടുത്തുന്നത്. എന്നാൽ ദൈവരാജ്യത്തിൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവനാണ് യഥാർത്ഥ ശക്തൻ. മനുഷ്യന്റെ ശക്തി പരിമിതമാണ്, എന്നാൽ ദൈവത്തിൻ്റെ ശക്തി അനന്തമാണ്. അതുകൊണ്ട് നാം ബലഹീനരാകുമ്പോഴും ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ തെളിഞ്ഞ് കാണപ്പെടും. ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള മുള്ളുകൾ ഉണ്ടാകാം. രോഗത്താലുള്ള ഭാരമായിരിക്കാം, കുടുംബത്തിലെ വേദനകളായിരിക്കാം. എന്നാൽ ദൈവവചനം നമ്മോട് പറയുന്നു, ഭയപ്പെടേണ്ട, എൻ്റെ കൃപ നിനക്ക് മതി. അതിനാൽ നാം ഒരിക്കലും ഒറ്റയാളല്ല, നാം തകർന്നവരല്ല, നാം തോറ്റവരല്ല, ദൈവ കൃപയുള്ളവരാ. കൃപയുള്ളവൻ ഒരിക്കലും പരാജയപ്പെടുകയില്ല. ഈ വചനം നമ്മുടെ ജീവിതത്തിൽ ഉറച്ച വിശ്വാസമായി മാറണം. ബലഹീനതകളിൽ നിരാശപ്പെടാതെ ദൈവത്തിൽ ആശ്രയിച്ച് മുൻപോട്ട് പോകുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടയായിത്തീരണം. പ്രാർത്ഥിക്കാം. കരുണാമയനായ ദൈവമേ, ഞങ്ങളുടെ ബലഹീനതകളിൽ നിന്റെ ശക്തി തെളിയിക്കണമേ. ഞങ്ങളുടെ ഭയങ്ങളും നിരാശകളും നീക്കി നിന്റെ കൃപ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. എന്ത് സാഹചര്യത്തിലും നിന്നിൽ ആശ്രയിക്കുവാൻ വിശ്വാസം ഞങ്ങൾക്ക് നൽകണമേ. നിന്റെ കൃപയാൽ ജീവിക്കുവാനും ജയിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.